ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ദോശപ്പൊടി തയ്യാറാക്കാം. ഉഴുന്ന് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു 3-4 സ്പൂൺ നമ്മൾ ഡൊപ്പി അരി അല്ലെങ്കിൽ പൊന്നി അരി നല്ലപോലെ രണ്ടും കഴുകി സെപ്പറേറ്റ് ആയിട്ട് കഴുകി ഊറ്റിയെടുത്ത് വയ്ക്കണം. വെയിലുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തൊട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ നല്ലപോലെ ഊറ്റി വരി വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് പാനിലിട്ട് വറുത്തെടുത്താലും മതിയാവും. ആദ്യം നമുക്ക് മുളക് വറ്റൽ വറുത്തെടുക്കാം. അതിൽ കുറച്ച് എണ്ണ ചേർത്ത് നല്ലെണ്ണ ചേർത്തോ വേണം നമുക്കതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ അത് മാറ്റിയതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഉഴുന്നും തനിയെ വറക്കാം, അരിയും തനിയെ വറക്കാം. നമ്മൾ ഇങ്ങനെ ഒരു നെറ്റിലിട്ട് കഴുകി ഊറ്റി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് നമുക്ക് എളുപ്പം തന്നെ അത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് പാനിലിട്ട് വറുത്തെടുക്കാം. മുളക് മാറ്റിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ഉഴുന്ന് ചേർക്കാം. ആദ്യം ഉഴുന്ന് വറുത്തതിന് ശേഷം അരി വറുക്കാം. തനിയെ വറുക്കണമെന്നേ ഉള്ളൂ. കുറച്ച് നല്ലെണ്ണ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരിയും വറുത്തെടുക്കാം. ഉഴുന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതിയാകും. നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് അരിയും കൂടെ വറുത്തെടുക്കാം. ഡൊപ്പി അരിയാണിത്. നല്ലപോലെ അതും ഒന്ന് കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അരിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും നല്ല തൊലി കളഞ്ഞ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ആദ്യം വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ കുറച്ച് എണ്ണ ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചൂടാക്കിയെടുക്കണം. കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചൂടാക്കി വയ്ക്കാം. ഉപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇവിടെ നോക്കി കുറച്ച് ചേർത്താൽ മതിയാവും ആവശ്യത്തിന്. നമുക്ക് ഉഴുന്നെല്ലാം ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് പൊടിക്കാം. അതിൻ്റെ കൂടെ മുളക് വറ്റലും എല്ലാം ചേർത്ത് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. മുളക് വറ്റലും ചേർത്ത് കുറച്ച് കായപ്പൊടിയും ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി കരിവേപ്പിലയും വെളുത്തുള്ളിയും ഉപ്പും ആവശ്യത്തിന് കുറച്ച് ചേർത്ത് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ എല്ലാം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ദോശപ്പൊടിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.